അധികാരത്തിന്റെ സുഖശീതളിമ ഇന്നലെ തൊട്ട് കിട്ടിയത് കൊണ്ട് പകൽ സമയത്ത് ലീഗും രാത്രിയിൽ പോപ്പുലർ ഫ്രണ്ടുമാകുന്ന ഒരു സംവിധാനവും കേരളത്തിലുണ്ടാകും. അവരുടെ അജണ്ടകൾ നടപ്പാക്കും. എസ് വേണുഗോപാൽ വിചാരിച്ചാൽ ഈസി ആയിട്ട് മുഖ്യമന്ത്രിയാവും. പക്ഷെ ആരാണ് തടസ്സപ്പെടുന്നത്? പ്രിയങ്ക ഗാന്ധിയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് വയനാടില് വല്ലപ്പോഴും വരുന്നത്, ഒന്നും പ്രവർത്തിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് വേണം. ഇപ്പൊ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോ ജില്ലകളുടെ കൂട്ടത്തിൽ വരുമ്പോഴും അവിടെ പ്രാതിനിധ്യം അവർ കയറില്ലേ? ഏതെങ്കിലും ഒരു സംഘടന ഹിന്ദുവിന്റെ വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രസക്തി. ഇസ്ലാമിന് പ്രാമുഖ്യമുള്ള കേരളത്തിലെ 38 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടുന്ന് 22 മുസ്ലിം ലീഗ് MLA മാത്രം ജയിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്? കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും? KM ഷാജിയുടെ പ്രസംഗമുണ്ട്. മതമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് ഒരു പ്രസംഗമുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 9.5 വർഷക്കാലം എന്ന് പറഞ്ഞ പ്രസംഗം 6 മാസം മുമ്പ്. തീർച്ചയായും ഇതിനകത്ത് എന്തിന്റെ സൂചനയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം ഞങ്ങൾക്ക് മതം വളർത്താൻ വേണ്ടിയുള്ളതാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ തീയതി വരെ കേരളത്തിൽ 140 MLA-മാരാണുള്ളത്. ഇത്തവണ 71 പേര് ന്യൂനപക്ഷ വിഭാഗം, 69 നമ്മൾ സോ കോൾഡ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഹിന്ദു നാമധാരികൾ. അഡ്വക്കേറ്റ് അനിൽ വെള്ളയിലാണ് ഇന്ന് നമ്മളോട് ഉള്ളത്. ചേട്ടാ നമസ്കാരം. ഇപ്പം നമ്മൾ കുറെ നാളുകളായിട്ട് കേട്ടുവരുന്ന ഒരു വാക്കാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു പദം. കേരളത്തില് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു ടേം വന്നിട്ട് ഒരുപാട് കാലമായി, പണ്ട് തൊട്ടേ ഉള്ള ഒരു വാക്ക് തന്നെയാണ്. ഇപ്പൊ കേരളത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറക്കിയോ, അതോ ഇനി എന്താണ് ഭാവിയിലെ ഇസ്ലാം, കേരളത്തിലെ ഭാവി എന്തായിരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു ടേം വന്നതോടുകൂടി? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഏകദേശം 105 വർഷക്കാലത്തിന് മുകളിലായി. 1921 മലബാർ ലഹള കാലത്ത് തൊട്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം കേരളത്തിലുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയമുണ്ട്. കാരണം ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഭൂമിയെ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കേരളത്തിലും അതിൻ്റെതായ പതിപ്പുകളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവരില്ല എങ്കിൽ പോലും വേണമെങ്കിൽ കോൺഗ്രസിന് കേരളം ഭരിക്കാം. ബാക്കി മുസ്ലിം ലീഗിനെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസും ബാക്കി ഘടകകക്ഷികൾ, ഇപ്പൊ RSP ഉണ്ട്, കേരള കോൺഗ്രസ് J ഉണ്ട്, CMPയുടെ ഒരാളുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്നാൽ പോലും കേരളം ഭരിക്കത്തക്ക രാഷ്ട്രീയമായ സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ UDF ആയിക്കൊള്ളട്ടെ, LDF ആയിക്കൊള്ളട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇസ്ലാമിന് അമിതമായ പ്രാമുഖ്യം കൊടുക്കുന്നു. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണം തുടങ്ങിയ അവർ പരസ്യമായി പറയുന്നതാണ്. അവരുടെ വോട്ട് കിട്ടിയതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെടും, ആവശ്യപ്പെടാതെ തന്നെ കിട്ടുമെന്നൊക്കെയുള്ള പ്രൊപ്പഗൻഡ അവർ പറയുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സംഘടന ഹിന്ദുവിന്റെ വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രസക്തി. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രസക്തി വരുന്ന ആളുകളിൽ കൂടുക തന്നെ ചെയ്യും. അതിന്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് വെച്ചാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഡെമോഗ്രാഫിക് പാറ്റേൺ, ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വളരെ വലിയൊരു മാറ്റം കേരള സാഹചര്യത്തിലുണ്ട്. അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ കൃത്യമായ രീതിയിൽ നമുക്കറിയാം, RSSന്റെ സർസംഘചാലകനായ ഏത് സർസംഘചാലകാണെങ്കിലും ഈ വിജയദശമി ആവുമ്പോൾ രാഷ്ട്രത്തിനോട്, രാഷ്ട്രത്തിലെ സ്വയം സേവകരോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം നടത്താറുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലത്തിനുള്ളിലെ 2 തവണ ഇപ്പോഴത്തെ സർസംഘചാലകനായ മോഹൻ ഭാഗവത് രാഷ്ട്രത്തിനോട് ചെയ്ത 2 സന്ദേശങ്ങളുണ്ട്. ഒരു സന്ദേശം അദ്ദേഹം പറഞ്ഞത്, ഈ ഭാരതത്തിലെ തന്ത്രപ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളിൽ ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ജനസംഖ്യാ വർധന ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം 2-3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. 2 വർഷങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ഉത്പാദനക്ഷമത അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന കണക്കാണ്, ആ ജനസംഖ്യയുടെ വർധനവ് TFR റേറ്റ് 2.1 താഴുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിഭാഗം സ്വാഭാവികമായും ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഏത് സ്ഥലത്തിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ കേരള സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളവും ഉണ്ട്. ഞാൻ പറയാൻ കാര്യം, തന്ത്രപ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളിൽ ആനുപാതികമല്ലാത്ത ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് രീതിയിലുള്ള ജനസംഖ്യ കൂടുന്നു അദ്ദേഹം പറഞ്ഞു. നമ്മൾ നോക്കിയ ഏതൊക്കെ സ്ഥലങ്ങളാണത് തന്ത്രപ്രാധാന്യമുള്ള? ആസാം, ബംഗാൾ,
കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ തീരമേഖലകൾ, കൊങ്കൺ മേഖല, മംഗലാപുരം ഉൾപ്പെടുന്ന കോസ്റ്റൽ ബെൽറ്റ്, ഈ പ്രദേശങ്ങളിൽ ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ജനസംഖ്യാ വർധന ഉണ്ടാകുന്നുണ്ട്. അത് ഹിന്ദു ജനസംഖ്യയോ ക്രൈസ്തവ ജനസംഖ്യയോ അല്ല എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ജനസംഖ്യയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ SAR വരുന്നതിന് മുമ്പാണ് ഈ പ്രസംഗം നടത്തിയത്. SAR വന്നതിന് ശേഷം അത് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ആസാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ജനസംഖ്യയിൽ ചിലപ്പോൾ കന്യാകുമാരി കണക്കെടുപ്പിലും ഒക്കെ അവർ ഭാരത പൗരന്മാരെ നിന്നതാണ്. SAR തീവ്രമായി പരിഷ്കരിച്ച സമയത്ത് ഇവരൊക്കെ ഔട്ടായി. കേരളം തന്നെ നമ്മൾ നോക്കും. കേരളത്തിലെ ഈ ജനസംഖ്യാ ശാസ്ത്രം നമ്മൾ കൗതുകപൂർവ്വം പഠിക്കേണ്ടി ഒന്നാണ്. 1901 അന്ന് കേരളമില്ല. തിരുവിതാംകൂറും കൊച്ചിയും അല്ലെങ്കിൽ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാറും ചേർന്ന് ഭൂമിശാസ്ത്രപരമായ ആ സ്ഥലത്തിനെ കേരളം എന്ന് വിളിക്കാം. ഏകദേശം 80-82% അക്കാലത്ത് ഹിന്ദുക്കളായിരുന്നു. ബാക്കി 18-20% മാത്രമായിരുന്നു സോക്കോൾഡ് ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗവും ഉണ്ടായിരുന്നു. അത് ക്രമേണ നമ്മൾ നോക്കൂ. 2011 ഏറ്റവും അവസാനം രാജ്യത്ത് സെൻസസ് നടന്നത്, ജനസംഖ്യാ കണക്കെടുപ്പ്. 2021 നടന്നില്ല. എന്താ കാരണം? കോവിഡ് കാരണം നടന്നില്ല. ഈ 2011 കണക്കനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏകദേശം 3.25 കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഈ ജനസംഖ്യയുടെ 53% ഒഫീഷ്യലായിട്ട് കേരളത്തിലെ ഹിന്ദു പോപ്പുലേഷൻ. ബാക്കി 47%, ഏകദേശം 28% മുസ്ലിംസും 19% ക്രൈസ്തവരോട് ചേർന്ന് 47% കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഇരട്ടിയായി വർദ്ധിച്ചു. 2011 15 വർഷം കഴിഞ്ഞു. ഇന്നൊരു സെൻസസ് നടക്കുകയാണെങ്കിൽ, അല്ലെ 2021 ഒരു സെൻസസ് നടന്നിരുന്നു എങ്കിൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ ബിലോ 50%, 50% താഴെയാണ്. കൃത്യമാണ്. അത് നമുക്കിപ്പോ തന്നെ മനസ്സിലാക്കാം. എന്താണെന്ന് അറിയോ? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ തീയതി വരെ കേരളത്തിൽ 140 MLA-മാരാണുള്ളത്. ഇത്തവണ 71 പേര് ന്യൂനപക്ഷ വിഭാഗവും 69 നമ്മൾ സോക്കോൾഡ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഹിന്ദു നാമധാരികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും BJP എല്ലാം കൂടെ ചേർന്ന് 69 പേരും 71 പേര് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളുമായിട്ടുള്ളവരുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50% താഴെയായി കേരളത്തിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. മറ്റൊരു കണക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 2-3 വർഷക്കാലത്തിന് മുമ്പ് കേരള നിയമസഭയിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. കേരളത്തിൽ ഈ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ എത്ര കുട്ടികളുണ്ട് എന്നായിരുന്നു ചോദ്യം. നിയമസഭയിലൊക്കെ ചോദ്യം ചോദിച്ചാൽ അന്നേരം നിപ്പിൽ മറുപടി പറയുകയല്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലായിടത്തുനിന്നും ഡേറ്റകൾ ശേഖരിച്ചതിന് ശേഷമാണ് കണക്ക് പറയുന്നത്. ആ കണക്കിൽ അദ്ദേഹം പറഞ്ഞു ഏകദേശം 3,60,50,000, ഇച്ചിരി സംഖ്യ ഉണ്ടാകും ഏതെങ്കിലും ബാക്കി ഫിഗേഴ്സ്, 3,60,50,000 കുട്ടികളാണ് കേരളത്തിലെ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ല തിരിച്ചും അദ്ദേഹം പറഞ്ഞു ഓരോ ജില്ലയിൽ എത്ര കുട്ടികൾ വീതം അഡ്മിഷൻ. ആ പറഞ്ഞപ്പോൾ അതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കണക്കുണ്ട്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി 5-6 ജില്ലകളിലെ അത്രയും കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരുന്നു മലപ്പുറം ജില്ലയിലെ കുട്ടികൾ. 65,000-ഓളം കുട്ടികൾ ഒരൊറ്റ ജില്ലയിലായിരുന്നു. ഈ 3,60,50,000-ന്റെ 65,000 എന്ന് വെച്ചാൽ ഏകദേശം എത്ര വരും? 18-20% ഒറ്റ ജില്ലയിൽ. എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ജനിച്ച കുട്ടികളെ ഒരു ത്രാശിന്റെ ഒരു തട്ടിൽ ഇരുത്തുകയും ഞാൻ പറഞ്ഞ തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള ജില്ലകളിലെ കുട്ടികളെ ഒരു തട്ടിൽ ഇരുത്തുകയും ചെയ്താൽ മലപ്പുറം ജില്ലയുടെ തട്ട് താഴോട്ട് പോകും. ഇതാണ് ഒരു സ്ഫോടനാത്മകമായ രീതിയിലുള്ള, എന്ന് വെച്ചാൽ മലബാർ മേഖലയില് ഈ ജനസംഖ്യ കുത്തനെ കൂടി, അവർക്ക് പ്രാതിനിധ്യമുള്ള മേഖലയിൽ കൂടുകയാണ് ചെയ്തത്. അതിന് മറ്റൊരു കണക്കുകളുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 6,034 കുട്ടികളെ ഈ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയുള്ളൂ. അവിടെ 65,000, ഇവിടെ 6,034. ഇതേ അവസ്ഥയാണ് ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ തിരുവിതാംകൂർ മേഖലയിലുള്ള, അല്ലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുള്ള തിരുവിതാംകൂർ മേഖലയിലെ ജനസംഖ്യയുടെ കണക്കും മലബാർ മേഖലയിലെ എല്ലാ ജില്ലകളിലും കൂടുതലായിരുന്നു. തൃശ്ശൂരിനപ്പുറമുള്ള പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ തന്നെയും ഈ ജനസംഖ്യ കൂടി. അത് വളരെ അപകടകരമാണ്. അതിനൊരു രാഷ്ട്രീയ വശവും തീർച്ചയായും എന്താണെന്ന് നോക്കാം. ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് എത്ര വയസ്സുണ്ട്? 7 വയസ്സ്.
5 2 7 5ാം ക്ലാസ്സിലാണ് അഡ്മിഷൻ എടുത്തത് വെച്ചു. അടുത്ത 11 വർഷം കഴിയുമ്പോഴേക്ക് അവൻ ആരാവും? ഒരു നവ വോട്ടറാകും. എന്ന് വെച്ചാൽ 2031 അല്ലെങ്കിൽ അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവ വോട്ടർമാരുടെ 20% ഒരൊറ്റ ജില്ലയിലായിരിക്കും. മനസ്സിലായോ? അന്നേരം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രസക്തി കൂടും. ഇപ്പോൾ തന്നെ കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദുക്കളായിട്ടുള്ള മന്ത്രിമാരെക്കാൾ കൂടുതലാണ് ഈ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൂടെ ചേരുന്ന ഈ വിഭാഗത്തിലെ മന്ത്രിമാരുടെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കൾ താഴെ പോയി, ന്യൂനപക്ഷങ്ങൾ കൂടുതലായി വരുന്നു. മറ്റൊരു രാഷ്ട്രീയ പിക്ചറുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഡീലിമിറ്റേഷൻ വരാൻ പോവാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ പോവുകയാണ്. അത് നമ്മളിപ്പോ എണ്ണം കൂടുന്നത് പോട്ടെ, അതിർത്തികൾ മാറുന്നത് മാത്രം കരുതുക. എണ്ണം 200 210 ആവുന്നതിനെ പറ്റി അവിടെ നിൽക്കുക. 140 ഉള്ളൂ. അതിർത്തികൾ പുനർനിർണ്ണയിച്ച് അതിർത്തികൾ നിശ്ചയിക്കുന്ന സമയത്ത് എവിടെ കൂടും? സ്വാഭാവികമായിട്ടും മലബാർ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. സ്വാഭാവികമായിട്ടും ഈ തിരുവിതാംകൂർ കൊച്ചി മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും. അന്നേരം 140 എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. പക്ഷെ ഈ ഇസ്ലാമിന് പ്രസക്തിയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന് പ്രസക്തിയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തിനെ കൂടും. അവസാനത്തെ ഡീലിമിറ്റേഷന് മുമ്പ് പന്തളം എന്നൊരു നിയമസഭാ മണ്ഡലം ഉണ്ടായിരുന്നു, കല്ലൂപ്പാറ എന്നൊരു നിയമസഭാ മണ്ഡലം ഉണ്ടായിരുന്നു. ആ ലാസ്റ്റത്തെ ഡീലിമിറ്റേഷൻ ഈ മണ്ഡലം ഇടോടെ പോയി. അന്ന് തന്നെ ഈ മേഖലയിലെ മണ്ഡലങ്ങൾ കുറഞ്ഞു. താനൂരും തവനൂരും ഒക്കെ മലബാർ മേഖലയിൽ കൂടി. ഇനി പുതിയ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ഇത് വീണ്ടും അവിടെ കൂടും, ഇവിടെ കുറയും. അങ്ങനെ വരുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഭരണ സംവിധാനങ്ങളിൽ നിർണായകമായ സ്വാധീനമുണ്ടാകുകയും കേരളത്തിലെ LDF ആയിക്കൊള്ളട്ടെ UDF ആയിക്കൊള്ളട്ടെ ഇവരെ മാത്രമായിട്ട് ആശ്രയിച്ചു കൊണ്ടുപോകും. ഇപ്പം ഈ മലബാർ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ ഇപ്പം മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ജില്ലകളുടെ കൂട്ടത്തിൽ വരുമ്പോഴും അവിടെ പ്രാതിനിധ്യം അവർ കയറുമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ നോക്കേണ്ട 1969 EMSന്റെ സർക്കാരിന്റെ കാലത്താണ് മലപ്പുറം ജില്ല അനുവദിച്ചത്. ആ സമയത്ത് അവിടുത്തെ ഏകദേശം ജനസംഖ്യ 18 ലക്ഷമായിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിലാകുമ്പോൾ ഈ ഡേറ്റയൊക്കെ ഏകദേശം കൃത്യമാണ്. കാരണം ജനന മരണങ്ങളൊക്കെ ഏകദേശം മലയാളികൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നു. 45 ലക്ഷമായി 69 ശേഷമുള്ള ഈ 55-56 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ 18 എന്നുള്ള 45. അതുകൊണ്ടാണ് അവർ പറയുന്നത് മലപ്പുറം ജില്ലയെ ഭരണ സൗകര്യത്തിന് 3 ആയിട്ട് വിഭജിക്കണം. നമ്മൾ നോക്കുക, 71 ഇതേ കാലത്ത് ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ 21 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 60% ഗ്രോത്ത് ഈ 50-55 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ 163% ഗ്രോത്താണ് മലപ്പുറം എന്ന് പറയുന്ന ഒരൊറ്റ ജില്ലയിൽ ഉണ്ടായത്. നമ്മൾ അവിടെ മലപ്പുറത്ത് ജനിക്കുന്ന എല്ലാം മുസ്ലിങ്ങളാണെന്നൊന്നും കണക്ക് പറയുന്നില്ലേ? ഒരു സാമ്പിൾ സർവേ ആണ് പറഞ്ഞത്. ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യത്തെ തന്നെ ഒരു ജില്ലകളിൽ ഒന്നാണ് ഈ മലപ്പുറം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ സാമ്പിൾ സർവേയുടെ ഭാഗമായിട്ട് അതെടുത്തത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് പ്രസക്തി കൂടുതലാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ 71 നിയമസഭാ മണ്ഡലങ്ങളും ഹിന്ദു ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ഏകദേശം. അതിനകത്തുനിന്ന് ആകെ ഹിന്ദുത്വ രാഷ്ട്രീയം ജയിച്ചത് 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. 3 രാജീവ് ചന്ദ്രശേഖരനും മുരളീധരനും ഗോപകുമാറും ജയിച്ച 3 മണ്ഡലങ്ങൾ. നമ്മൾ അതേ സാഹചര്യത്തിൽ ഇസ്ലാമിന് പ്രാമുഖ്യമുള്ള കേരളത്തിലെ 38 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള 38. അവിടുത്തെ എന്ന് വെച്ചാൽ ജനസംഖ്യയുടെ 21%. അവിടുന്ന് 22 മുസ്ലിം ലീഗ് MLA മാത്രം ജയിച്ചിട്ടുണ്ട്. ഈ 38-ലെ 22 മുസ്ലിം ലീഗ് മാത്രം ജയിച്ച മണ്ഡലങ്ങളാണ്. അതേപോലെ തന്നെയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയുടെ 18% മാത്രമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അതേപോലെ തന്നെ അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അവർ ജയിച്ചു. എന്നുവെച്ചാൽ ഹിന്ദുക്കൾ എത്ര വിചാരിച്ചാലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. സാഹചര്യമില്ല. കാരണം അവിടുത്തെ ഈ മുന്നണി സംവിധാനങ്ങൾ അപ്രകാരം നിൽക്കുന്നതുകൊണ്ടാണ്. ഹിന്ദു ജനസംഖ്യ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. BJPക്ക് പോകുന്നുണ്ട്, NDA മുന്നണിക്ക് പോകുന്നുണ്ട്, LDFന് പോകുന്നുണ്ട്, UDFന് പോകുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് നോക്കൂ, ഈ ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായി UDF സംവിധാനത്തിലേക്ക്, കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകളാണ്, കേരള കോൺഗ്രസിലേക്ക് പോകും. ഇസ്ലാമിക വോട്ട് ബാങ്ക് 100%, ഏകദേശം ഒരു 90-95% UDFിലേക്ക് പോവുകയാണ്. അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട്
ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള എല്ലാവിധമായ അവസരവും കേരളത്തിലുണ്ട്. ജനസംഖ്യാ വർധനവും ഒക്കെ അതിന്റെ വിഭജിച്ചു പോകുന്ന വോട്ടുകള് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളുടെയാണ് വോട്ടുകൾ ഭിന്നിച്ചു പോവുകയാണ്. അതാണ് പ്രശ്നം. അപ്പം എന്തായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്? കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവരെല്ലാം പറയുന്നത് കേരളത്തിൽ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രബലമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് വലിയ വളർച്ചയില്ലാത്തത്. തെറ്റാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. തെറ്റല്ലേ അത്? നമ്മൾ നോക്കൂ, ഈ കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടി മുസ്ലിം പോപ്പുലേഷനുള്ള ഉത്തർപ്രദേശിൽ പോലും തീവ്രവാദി സംഘടനകൾ കുറവാണ്. കേരളത്തിൽ തന്നെ പല രൂപത്തിലും ഭാവത്തിലും ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുണ്ട്. മദനിയുടെ പാർട്ടി ഉണ്ടായിരുന്നു, ISS എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതിനുശേഷം NDF വന്നു, അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് വന്നു. ഇതൊക്കെ തന്നെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള തീവ്രവാദ സംഘടനകളാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ള കാരണത്താൽ അവരില്ല എന്ന് പറയാൻ സാധിക്കില്ല. അവർക്ക് നാളിതുവരെ ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായി SDPIക്ക് യൂത്ത് വിങ് ഇല്ലായിരുന്നു. SDPIക്ക് യുവജന വിഭാഗം ഇല്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം യങ് ഡെമോക്രാറ്റ്സ് എന്നാണ് തോന്നുന്നു പേര്, അവർക്ക് പുതിയ ഒരു യുവജന സംഘടന ഉണ്ടായി. എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇനി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറയുന്ന ഈ യങ് ഡെമോക്രാറ്റ്സിന്റെ ഭാഗമായിട്ട് അതേപോലെ നിൽക്കും. വേറൊരു പ്രത്യേകതയുണ്ട്. ഈ അധികാരത്തിന്റെ സുഖശീതളിമ ഇന്നലെ തൊട്ട് കിട്ടിയത് കൊണ്ട് പകൽ സമയത്ത് ലീഗും രാത്രിയിൽ പോപ്പുലർ ഫ്രണ്ടുമാകുന്ന ഒരു സംവിധാനവും കേരളത്തിൽ ഉണ്ടാകും. അവരുടെ അജണ്ടകൾ നടപ്പാക്കണം. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗുകാര് ജമാഅത്തെ ഇസ്ലാമിയായോ ഒന്നും കൂട്ടുകൂടിയിരുന്നില്ല പണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം PFIയിലാണെങ്കിലും മുസ്ലിം ലീഗുകാരുണ്ട്. അപ്പം അതിലെവിടെയാണ് നമുക്ക് പറയാൻ സാധിക്കുക മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് തീവ്രവാദങ്ങൾ ഒട്ടും വരാതെ ഇരിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാല് വെളുത്ത നിറത്തിലിരിക്കുന്നതാണ്. ഈ പാലിനകത്തോട്ട് വെള്ളം ചേർക്കുന്നു, വെളുപ്പ് നിറത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല, സാന്ദ്രതയിൽ മാത്രമേ വ്യത്യാസം. അതേ അവസ്ഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ലീഗ് എന്ന് പറയുന്ന ഒരു ബിംബത്തിനെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മുൻപന്തിൽ ഒരു പൊളിറ്റിക്കൽ ഫേസ് ആയിട്ട് അവതരിപ്പിക്കും. ഇതിനകത്ത് ഇവരൊക്കെ തന്നെ ചേരുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ ചേരുന്നുണ്ട്, SDPIക്കാരൻ ചേരുന്നുണ്ട്, വെൽഫെയർ പാർട്ടിക്കാർ ചേരുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർ ചേരുന്നുണ്ട്. എല്ലാം കൂടെ ചേരുന്നതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. ഇലക്ഷൻ ആകുമ്പോൾ ഈ വോട്ട് കുത്തുന്നതെല്ലാം ലീഗിന് പോകും. അതേപോലെ തന്നെ കേരളത്തിൽ അധികാരം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് KM ഷാജിയുടെ പ്രസംഗമുണ്ട്. മതമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് ഒരു പ്രസംഗമുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 9.5 വർഷക്കാലം എന്ന് പറഞ്ഞ പ്രസംഗം. ഇത് 6 മാസം മുമ്പ് നടന്നത്. ഇത് രണ്ടും എന്തിന്റെ സൂചനയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം ഞങ്ങൾക്ക് മതം വളർത്താൻ വേണ്ടിയുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ളതാണ്. ഈ സന്ദേശം കൃത്യമായി കൊടുക്കുകയാണ്. ആ ഭീഷണിക്ക് മുമ്പിൽ ഇവർ വീണു പോകുന്നുണ്ട്. കോൺഗ്രസ്, UDF. നമ്മൾ ഇപ്പോഴത്തെ വിലപേശൽ നോക്കൂ. 3 പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി കേരളത്തിൽ സജീവമാണ്ടായിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതിനകത്ത് KC വേണുഗോപാൽ വിചാരിച്ചാൽ ഈസി ആയിട്ട് മുഖ്യമന്ത്രിയാവും. പക്ഷെ ആരാണ് തടസ്സപ്പെടുന്നത്? പ്രിയങ്ക ഗാന്ധിയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് വയനാടില് വല്ലപ്പോഴും വരുന്നത്, ഒന്നും പ്രവർത്തിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് വേണം. മുമ്പേ നമ്മൾ പറഞ്ഞ ഈ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള വോട്ടർമാർ ഒന്നിച്ചു കുത്തുന്നത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജയിച്ചത്. അതുകൊണ്ട് അവരെ പിണക്കാൻ സാധിക്കത്തില്ല. VD സതീശനോടൊപ്പം കേരളത്തിലെ ലീഗുകാരും ഇസ്ലാമിക തീവ്രവാദി ശക്തികൾ നിൽക്കുന്നുണ്ട്. ആ പിണക്കി VD സതീശന് പകരം വേറൊരാളെ വെച്ചാൽ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് ജയിക്കാൻ സാധിക്കത്തില്ലല്ലോ എന്നൊരു പേടി കാരണം പ്രിയങ്ക ഗാന്ധിക്ക് നിർണായകമായി. VD സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ മുറവിൽ കൂട്ടിയതും ഇവർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഹിന്ദുത്വത്തിനെ തീവ്രമായി, ഹിന്ദു സമുദായ ആചാര്യന്മാരെ, ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാരെല്ലാം വർഗീയവാദികളാണ്, പിന്തിരിപ്പന്മാരാണ് എന്നുള്ള ഒരു പോളിസി മുമ്പോട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ്. ആ ഒരു രാഷ്ട്രീയം, ഒരു ബുദ്ധിപരമായ രാഷ്ട്രീയം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അന്നേരം അതിനെ ബാലൻസ് ചെയ്യുന്ന ആരാണ്? അപ്പുറത്ത് ഇവരിൽ തന്നെയാണ് ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക ആത്മീയ ആചാര്യന്മാരെന്ന് പറയുന്ന തങ്ങൾമാരും ഒക്കെ തന്നെയാണ് അവരുടെ നിൽക്കുന്നത്. അവർക്ക് വേണ്ടി കൂടുതൽ ചെയ്യുന്ന ആൾ സതീശനാണ്, ഞങ്ങളോടൊപ്പം കൂടുതൽ നിൽക്കുന്ന സതീശനാണ്, അതുകൊണ്ട് ഞങ്ങൾ സതീശനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള രാഷ്ട്രീയം വരുന്നുണ്ട്. അത് 2 കൂട്ടരും അതിൽ നിന്ന് വ്യത്യസ്തരല്ല.